ഷഫീഖ, നമ്മുടെ സ്പെയിനിന്റെ ഒരു മത്സരം, നോക്കൌട്ടിലെ മത്സരം കഴിഞ്ഞു. ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത വെച്ചാൽ 2010 ഫൈനലിൽ ഇനിയസ്റ്റ ഗോൾ നേടിയ ശേഷം സ്പെയിൻ ആദ്യമായിട്ടാണ് നോക്കൌട്ടിലൊരു ഗോൾ നേടുന്നത് വേൾഡ് കപ്പിന്റെ. അപ്പോൾ അത് ഒരു വെറുമൊരു ജയത്തിലപ്പുറത്തേക്ക് ഒരു ആധികാരിക ജയമെന്ന് വേണമെങ്കിൽ പറയണം. കാരണം ഓസ്ട്രിയയുടെ നമ്മൾ പറഞ്ഞ കെഗൻ പ്രസിംഗും റാൾഫ് റാഗ്നിക്കിന്റെ ടാക്ടിക്സ് ഒന്നുമല്ലാതെ ഒരു മത്സരമാണ്. എന്തായിരുന്നു സ്പെയിനിന് ഈ ഒരു മത്സരത്തിൽ വേറിട്ട് നിർത്തിയത് ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ചിട്ട്? സ്പെയിൻ്റെ ഒരു ശൈലി ഈ നമ്മൾ പഴയ ടിക്കറ്റാക്ക് എന്ന് പറയുന്നത് പാസിങ് ആൻഡ് കൺട്രോളിങ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കളിക്കുന്ന ടീമുകൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ് ഇപ്രാവശ്യം. ജർമ്മനി നമ്മൾ പുറത്ത് നമ്മൾ സംസാരിച്ചാണ് വിഷയം. മറ്റേ ഹൊറിസോണ്ടലായിട്ട് ബോൾ പാസ് ചെയ്ത് കളിച്ചിട്ട് കാര്യമില്ല, കാരണം അത് ജയിക്കില്ല എന്നുള്ളൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ മാച്ചിൽ നല്ല ഈ സ്പെയിൻ ഈ ടൂർണമെൻറ്റിൽ പ്രോഗ്രസ് ചെയ്തപ്പോൾ ആദ്യ മാച്ച് ഒരു സമനില വഴങ്ങുക ചെയ്തത്. പിന്നെ പ്രോഗ്രസ് ചെയ്തപ്പോൾ സ്പെയിനുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം അവർ വെർട്ടിക്കൽ ഫുട്ബോൾ ഭയങ്കരമായി കളിക്കാൻ തുടങ്ങി. ഹൈ പേസിൽ അറ്റാക്ക് ചെയ്യുക, കുറച്ചും കൂടി ഫ്ലാങ്കുകൾ ഉപയോഗിച്ചിട്ട് കളിക്കുക, ബോക്സിലേക്ക് ക്രോസുകൾ അയക്കുക, അത്തരത്തിലുള്ളൊരു ഗോൾ കണ്ടെത്താനുള്ളൊരു ശൈലിയിലേക്ക് സ്പെയിൻ മാറി അതുവരെ യൂസ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ടാണ് എനിക്ക് ഈ മാച്ച് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മാച്ചിൽ 2 ഗോൾ വന്നത് എല്ലാ ഗോളും തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പാസുകളിൽ നിന്ന് ക്രോസുകളിൽ നിന്നൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ആധികാരിക ജയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഓസ്ട്രിയയെ പോലെ ഒരു ടീമിനെ കണ്ടെയ്ൻ ചെയ്ത് തോൽപ്പിച്ചതിനപ്പുറത്തേക്ക് ഈ ടൂർണമെൻറ്റിൽ സ്പെയിൻ എന്തുകൊണ്ട് അപകടകാരികളാവുന്നുള്ളൊരു കൃത്യമായ ഒരു മെസ്സേജാണ് ഈ മാച്ച് കൊടുത്തത്. കാരണം ഈ ത്രൂഔട്ട് ഈ മാച്ച് തുടങ്ങിയ അവസാനം വരെ എന്ന് തന്നെ പറയാം ആധികാരികത അല്ലെങ്കിൽ പൂർണ്ണമായ നിയന്ത്രണത്തോടെ കളിച്ചത്. എനിക്ക് തോന്നുന്നത് ഓസ്ട്രിയക്ക് ഒരു ചാൻസ് എങ്ങാണ്ടാണ് ഈ മാച്ചിൽ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ സ്പെയിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരൊന്ന് സ്ട്രഗിൾ ചെയ്യിക്കാനോ പോലും കഴിയാത്തൊരു തരത്തിലുള്ള കളിയാണ് സ്പെയിൻ കളിച്ചത്. അതുകൊണ്ട് തന്നെ സ്പെയിനിന് ഈ വേൾഡ് കപ്പിൽ ഫേവറേറ്റ്സ് നമ്മൾ പറയാറുണ്ട്. ഈ മാച്ചോടുകൂടി നമുക്കത് ഒന്നുകൂടി അടിവരട്ട് വെക്കേണ്ട ഒരു റിസൾട്ടാണ് സ്പെയിൻ തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്പെയിനിൻ്റെ അറ്റാക്കേഴ്സ് ഗോൾ സ്കോറിംഗ് ലിസ്റ്റിലുണ്ട്, ഡിഫൻഡേഴ്സ് ഇന്നലെ അസിസ്റ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷേ മിഡ്ഫീൽഡേഴ്സ് അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലിസ്റ്റിലില്ലെങ്കിലും അവരുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒൽമോ ആയാലും പെഡ്രി ആയാലും റോഡ്രി ആയാലും അവരുടെ റോള് കൃത്യമായി ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഇതുവരെയുള്ള കറൻറ്റ്ലി ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ് കോമ്പിനേഷനാണ് സ്പെയിൻ്റെതെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, സ്പെയിൻ്റെ മിഡ്ഫീൽഡ് അതായത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡ് തന്നെയാണ്. കാരണം ഇപ്പോഴും അവരുടെ സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സുബിമെൻഡിനൊന്നും ഇറക്കാത്തൊരു സ്ക്വാഡാണ്. അപ്പോൾ അവരുടെ മിഡ്ഫീൽഡ് ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ അവർക്ക് ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളതാണ് മിഡ്ഫീൽഡിൽ. പിന്നെ അവരുടെ ആ ഒരു മിഡ്ഫീൽഡ് വരുമ്പം ഇപ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രിയയുടെ ആ ഒരു ഡിഫൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഏത് സോണിക്ക് പോകണം എന്നുള്ളത്, അതായത് സെൻട്രലി സോണിക്ക് ആ ഒരു സോൺ 14 പോകണോ 13 പോകണോ ആ ഒരു ഏരിയയിൽ ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു ആ ഒരു മിഡ്ഫീൽഡിൻ്റെ ഓൾമോ, പെഡ്രി അല്ലെങ്കിൽ റോഡ്രി ഇവരടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡിൻ്റെ പെട്ടെന്നുള്ള സ്പീഡി പാസസ് കാരണമാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെയാണ് വീണ്ടും അതിനൊക്കെ ആ ഒരു ക്രോസ് കൊടുത്തിട്ട് അവിടെ പെഡ്രോ പോറോ ഒരു ഫുൾ ബാക്ക് പൊസിഷനിൽ നിന്ന് വന്ന് പെഡ്രോ പോറോക്ക് അത് ഒരു ഗോളാക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്പെയിൻ്റെ ഡിഫൻസ് എന്നുള്ളത് അതൊരു ഡിഫൻസ് അല്ല മിഡ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഡിഫൻസ് തന്നെയാണെന്നുള്ളതാണ്. ആക്ച്വലി ആ ഒരു മിഡ്ഫീൽഡാണ് അവരുടെ ഒരു കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉനായ് സിമോണൊക്കെ 520 മിനിറ്റ് അതായത് ആ റെക്കോർഡ് എടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര പ്രാവശ്യം ഉനായ് സിമോൻ്റെ കൈകൾക്ക് ബോൾ വന്നിട്ടുണ്ടില്ല. ആ ഒരു ബോൾ അങ്ങോട്ട് എത്താത്ത തരത്തിൽ അവിടെ പ്രഷർ കൊടുത്ത് അവിടെ നിൽക്കുന്നത് ആ ഒരു മിഡ്ഫീൽഡ് തന്നെയാണ്. പിന്നെ ഇവർ ഈ ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ മിഡ്ഫീൽഡ് കോമ്പാക്റ്റ്, അതായത് അവരിപ്പോഴും മിഡ് ബ്ലോക്കാണ് അവർ കളിക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ ആ ഒരു ലൈൻ ഓഫ് പ്രഷർ മറികടന്ന് ഇവരുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിൻ്റെ ഒരു ഡിഫൻസ് അവരുടെ ഒരു അറ്റാക്ക് ഓപ്പോസിറ്റ് ബോക്സിൽ എത്താറുള്ളൂ. പക്ഷെ ആ മിഡ് ബ്ലോക്ക് കളിക്കുന്ന ടൈമിൽ എങ്ങനെയും ആ ഒരു പ്രഷർ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ റോഡ്രിൻ്റെ ഒരു നേതൃത്വത്തിലൊക്കെ ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സോ അൺആർഗ്യുബിളി എനിക്ക് തോന്നുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൽ പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറൻറ്റ്ലി ബെസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മിഡ്ഫീൽഡാണ്. കാരണം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് അർജന്റീന മിഡ്ഫീൽഡ് ഉണ്ട്. പക്ഷെ ഇത് അതല്ല, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർച്ചുഗലിന്റെ നെവസും. അത് നമ്മൾ അത് കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡ് ആവുന്നുള്ളത്. പക്ഷെ അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു സ്പെയിന് വന്നിട്ടുണ്ട് എന്നുള്ളത്. സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ് ഇത് മൂന്നാണ് എനിക്ക് മിഡ്ഫീൽഡിൽ
കാര്യമായിട്ടും ഒരു ടോപ്പ് എനിക്ക് സ്ട്രെങ്ത് വന്നിട്ട് ടീം. ഫ്രാൻസിനേക്കാളും സ്പെയിന് ചെറുതായിട്ടൊരു പടി ഉണ്ട് ഫ്രാൻസിൻ്റെ midfield. സ്റ്റൈലിൽ വേറെ ഒന്നുണ്ട്. ഇപ്പോൾ സ്പെയിന് ഒന്നുകൂടി സിംഗിൾ പിവോട്ടില്ല കളിക്കുന്നത്, റോഡ്രിയാണല്ലോ കാര്യമായിട്ടും ഒരു അതെ റോൾ കളിക്കുന്നത്. സ്പെയിന് പിന്നെ ഡബിൾ പിവോട്ടിലാണ് കളിക്കുന്നത്, റാബിയോട്ടും ചുവമനെയും കളിക്കുന്നുണ്ട്. അർജന്റീന പിന്നെ ഒരു കോമ്പാക്ട് ഒരു കോമ്പാക്ട് മിഡ്ഫീൽഡ്. നമ്മൾ സ്പെയിൻ്റെ അറ്റാക്കിങ്ങിൽ ഒയർസബാലിന്റെ റോള് നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് മാച്ചിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട പ്ലെയർ 30 മിനിറ്റ് ബോൾ ഇട്ടില്ല. 30 മിനിറ്റ് ബോൾ തൊട്ടിട്ടില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് 30 മിനിറ്റ് ആകുമ്പോഴേക്ക് അയാൾ പ്രൂവ് ചെയ്യാണ്. അതായത് ഒന്നെങ്കിൽ സ്കോർ ചെയ്യുന്നു അല്ലെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്ലെയറിന്റെ ഒരു റോൾ ഉണ്ടല്ലോ. കാരണം ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ, ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ലാതെ വേൾഡ് കപ്പിലേക്ക് ഒരു ഫേവറേറ്റ്സ് വരികയാണ്, അവരുടെ ഒരു മെയിൻ മാനായിട്ട് മാറുകയാണ്. 29 വയസ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേണ്ടത്ര ഹൈപ്പോ ഒരു വാർത്തയോ ഒരു പ്രൊമോഷനോ കൊടുക്കുന്നില്ല. അയാൾ എപ്പോഴും ഇങ്ങനെ ഒരു ഒതുങ്ങിയിരിക്കുന്ന ഒരു സൈലന്റ് വാരിയർ പോലെ നിൽക്കുന്നത്. എന്താണ് ഒയർസബാലിന്റെ ഒരു പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? പെർഫോമൻസ് 4 മാച്ചാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 4 ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ് വന്നു, ടോട്ടൽ 5 ഗോൾ കോൺട്രിബ്യൂഷൻ വന്നു. ഒരു ഗോൾ യമാലിന് ഗോൾ അടിപ്പിച്ചു എന്നുള്ളതാണ്. ഒയർസബാൽ നമുക്കറിയാം ഒരു ഭയങ്കര ഇഞ്ചുറി കഴിഞ്ഞ് വന്നൊരു പ്ലെയറാണ്, ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് തിരിച്ചു വരവ് പോലും നമുക്ക് പിന്നെ അപ്പോൾ ഒരു ഭയങ്കര സെൽഫിനോട് തന്നെ പടവെട്ടിക്കൊണ്ട് വന്നൊരു പ്ലെയറാണ്. പക്ഷേ ഈ മാച്ചസിൽ കണ്ട സ്പെയിൻ്റെ ഒരു ശൈലിയുണ്ട്. നമുക്കിപ്പം എനിക്കിത് ഇയാളുടെ ഇപ്പോഴത്തെ ഒരു മാച്ച് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ആന്ത്രേനിയസെ ഒരു ഫാൾസ് നമ്പർ 9 ആയിട്ട് കളിപ്പിച്ചൊരു ശൈലി ഉണ്ടായിരുന്നു. മറ്റേ അദ്ദേഹത്തിന് പേരെന്തായിരുന്നു, ഡെൽബോസ്കിൻ്റെ കാലത്ത്. ആ ഏറെക്കുറെ ഈ പിന്നെ സ്പെയിനിൻ്റെ ഒരു ശൈലി നന്നായി മറ്റേ നമുക്കറിയാം ചാൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പിൽ അതൊരു പക്ഷേ നമ്മൾ പിന്നെ എങ്ങനെയല്ല വെച്ചാൽ ഈ പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ചാൻസുകളല്ല. അങ്ങനെയുള്ള കളികൾ മാച്ച് ഇതുണ്ടെങ്കിൽ പോലും ഈ പ്രോപ്പർ നമ്പർ 9 അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലല്ല സ്പെയിൻ്റെ കളികൾ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ അതിന് ഭയങ്കരമായ സ്വിച്ചിങ്, പിന്നെ പെട്ടെന്ന് ഈ ഹാഫ് സ്പേസിലേക്ക് കൂടി കയറുക, ബോൾ കണക്ട് ചെയ്യുക, ബോൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെ കുറേ ഒരു ഫിസിക്കൽ അധ്വാനം കൂടി ആവശ്യമായ ഒരു ശൈലിയാണ് സ്പെയിന് അറ്റാക്കർക്ക് വേണ്ടത്. ആ ഒരു പൊസിഷണൽ അവയർനെസ്സും ഇൻ്റലിജൻസും ഭയങ്കരമായിട്ട് ആവശ്യമാണ് അതിന്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ലാഫോൻ്റെ തന്നെ ഈ ഒയർസബാലിനെ വിശേഷിപ്പിച്ച് ഇൻ്റലിജൻറ്റ് പ്ലെയർ എന്നാണ്. അതാണ് ഏറ്റവും കൃത്യമായ വാക്ക്. അദ്ദേഹം ഈ ഒരു പ്രോപ്പർ സ്ട്രൈക്കർക്ക് ആവശ്യമായിട്ടുള്ള തടിയോ അല്ലെങ്കിൽ ഹൈറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫിസിക്കുള്ളൊരു ഒരു അല്ല. പക്ഷേ അയാൾക്ക് ഇൻ്റലിജൻസ് ഉണ്ട്. അയാൾ കൃത്യമായിട്ട് എവിടെ എത്തണം, ആർക്ക് പാസ് കൊടുക്കണം, എവിടെ സ്വീകരിക്കണം, എപ്പോൾ ഷോട്ട് എടുക്കണം എന്ന കാര്യത്തിലൊക്കെ അയാൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. അതാണ് ഒയർസബാലിനെ വ്യത്യസ്തമാക്കുന്നത്. ഒയർസബാലിന്റെ ആ ഫസ്റ്റ് ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒയർസബാൽ ഒന്ന് മുമ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സെൻട്രൽ സ്ട്രൈക്കറിന്റെ ഇൻബിറ്റ്വീന് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുക്കറേക്ക് ഒരു ഹൈ ക്രോസ് കൊടുക്കുക നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ആളുടെ ആ ഒരു ഇന്റലിജൻസും ആ പൊസിഷണൽ പ്ലേ ആണ് നമ്മൾ കണ്ടത്. ഒന്ന് വിഡ്രോ ചെയ്തിട്ട് അവിടെ കുക്കറയെ കൊടുക്കുന്ന ക്രോസിന് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആള് സ്ട്രൈക്ക് ചെയ്തത്. അപ്പം അങ്ങനത്തെ ഒരു ഇന്റലിജന്റ് പ്ലെയർ ആണ് തീർച്ചയായിട്ടും. ഈ ടൂർണമെന്റിൽ സ്പെയിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫൈൻഡിങ് ആണല്ലേ ശരിക്കും. സാധാരണഗതിയിൽ സ്പെയിൻ്റെ വേൾഡ് കപ്പിന് വരുമ്പോൾ അവർക്ക് ഈ പ്രോപ്പർ സ്ട്രൈക്കർമാർ നന്നായിട്ടുണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മികവുകൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാഗ്യമാണ്. മാത്രമല്ല ഈ കോമ്പിനേഷനോട് അയാൾ ഭയങ്കരമായിട്ട് പിന്നെ എന്ത് സിങ്ക് ആവുന്നുണ്ട് എന്നുള്ള സംഗതി കൂടിയാണ്. പിന്നെ ഒരു നോക്കൗട്ട് ടീമിൽ 2 ഗോൾ അടിച്ച പ്ലെയർ, പിന്നെ നമ്മൾ ഈ ഹാളൻഡ്, എംബാപ്പെ, ഹാരി കെയ്ൻ, മെസ്സി എന്ന് പറഞ്ഞ ആ ഒരു പിക്ചർക്ക് ഒയർസബാലും കൂടി കടന്നു വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒയർസബാൽ ഇൻ്റലിജന്റ് പ്ലെയർ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വിളി കിട്ടാത്ത മറ്റൊരു താരം ഈ സ്ക്വാഡിൽ എന്ന് പറഞ്ഞാൽ പാവു കുബാർസിയാണ്. കാരണം അയാൾ ഒരു 18-19 വയസ്സുള്ളൊരു താരം കളിക്കുന്നൊരു പരിപാടിയല്ല ഗ്രൗണ്ടിൽ കളിക്കുന്നത്. അതായത് ഭയങ്കര മെച്യൂരിറ്റിയിൽ കളിക്കുന്നു. ഒരിക്കലും ഒരു പ്രഷർ സിറ്റുവേഷനിൽ വീണ് പോവാതെ എല്ലാ ബോളുകളും അനായാസം എടുത്ത് കളിക്കുന്ന ഒരു ഒപ്പണൻറ്റ് വരുമ്പോൾ എവിടുന്ന് റെസിസ്റ്റ് ചെയ്യണം, എവിടുന്ന് പ്രസ് ചെയ്യണം, എവിടുന്ന് ടാക്കിൾ ചെയ്യണം എന്നുള്ള കൃത്യമായ ബോധമുള്ളൊരു കളിയാണ് കളിക്കുന്നത്. എന്താണ് പാവു കുബാർസിയുടെ ഈ ഒരു പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? പാവു കുബാർസിന് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ബാർസയിൽ ഒരു 12 മാച്ച് കളിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സ്പെയിൻ ആദ്യമായിട്ട് പാവു കുബാർസി ഡെബ്യൂ ചെയ്യുന്നത്. ഈ ആളുടെ പെർഫോമൻസ് എടുത്ത്, കാരണം നമ്മൾ പലപ്പോഴും ഈ സ്ട്രൈക്കേഴ്സ് ഇവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഷാഡോഡായിട്ട് പോകുന്നൊരു ഒരു വിഭാഗക്കാരാണ് ഈ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മിഡിൻ്റെ ആ കോമ്പാക്ട് ബ്ലോക്ക് തകർത്ത് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫെൻസീവ് യൂണിറ്റും സെറ്റാണ്. ഇപ്പോൾ നമ്മൾ ബാർസയിലൊക്കെ പലപ്പോഴും പ്രശ്നം പറയുന്നത് എന്താണ്, ആ ഹൈലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്പെയിനിൽ അത് കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ മാച്ച് കണ്ടപ്പം സ്പെയിൻ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മാച്ചിന് ശേഷം അവർ ഡിഫൻസും സെറ്റാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി കുബാർസിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 17-ാം മിനിറ്റിൽ ഓസ്ട്രിയക്ക് നല്ലൊരു ചാൻസ് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 20 മിനിറ്റ്സിൻ്റെ ഇൻസൈഡിൽ ഓസ്ട്രിയ നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അത് എപ്പോഴോ ബ്രേക്ക് ആയപ്പോൾ നല്ലൊരു ചാൻസ് ഒരു 17th മിനിറ്റിൽ അവിടെ കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന ടൈമിൽ
കുബാർസിയും ഒപ്പം തന്നെ ലെപ്പോർട്ടയുടെയും ഇവരുടെ ഒരു പ്രഷറിലാണ് ആ ഒരു ക്രോസ് ലഭിച്ചത്, ആ ഒരു സ്ട്രൈക്കറിന് ഓസ്ട്രിയക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ കുബാർസിയുടെ പെർഫോമൻസ് എന്തുകൊണ്ടും ബ്രില്യൻ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മാച്ചുകളിലായിട്ട് ആളുടെ ഒരു റേറ്റിംഗ് ഒരു 7-8 എന്നുള്ള നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ അതായത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ ഒരു വിങ്ങിൽ വന്നൊരു പ്ലെയർ ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ആൾക്ക് ഒരു അറ്റാക്കിങ്ങിൽ അല്ലെങ്കിൽ ഒഫെൻസീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തന്നെ ഉള്ളൂ. പക്ഷേ ഡിഫൻഡേഴ്സിനെ പലപ്പോഴും ഒരു ടീം എടുക്കൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ അല്ലെങ്കിൽ യങ് ടാലൻസിനെ ആരും പരിഗണിക്കുക പോലുമില്ല. പക്ഷെ ആ സ്ഥാനത്ത് ലാഫോൻ്റെ ഇങ്ങനൊരു താരത്തിനെ പരിഗണിച്ചു. പക്ഷേ ഒരു എക്സ്പീരിയൻസ് പ്ലെയേഴ്സൊക്കെ കളിക്കുന്നതിനെക്കാട്ടിലും എത്രയോ മെച്യൂരിറ്റി ലെവൽ കൂടിയിട്ടാണ് പാവു കുബാർസി അവിടെ സ്പെയിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡീൻ ഹ്യൂസനൊക്കെ പുറത്തിരുത്തിയതിന്റെ പേരിൽ ലാഫോന്റിനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പ്രോപ്പർ ഡിഫൻസീവ് സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ഈ ഒരു ഡിഫൻസീവ് യൂണിറ്റ് ഇതുവരെ ഒരു ഗോൾ പോലും കൺസിഡർ ചെയ്തിട്ടില്ല. അത് ഗോൾ കൺസിഡർ ചെയ്താൽ ഗോൾ കീപ്പറിന് വല്ലാണ്ട് പരീക്ഷണം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ഡിഫൻസിന്റെ ഒരു ബ്യൂട്ടി എന്താണ്? കാരണം ഒരു അറ്റത്ത് കളിക്കുന്നത് പാവു കുബാർസി എന്നുള്ള 19 വയസ്സുള്ള പിള്ളേർ, മറുപുറത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലപ്പോർട്ട. ഈ ഒരു കോമ്പിനേഷൻ ആണോ ബേസിക്കലി ഇവരെ ഒരു മോട്ടീവ്, അല്ലെങ്കിൽ ഇവരെ ഈ ഒരു ഡിഫൻസീവ് യൂണിറ്റ് ഇത്രയും സ്ട്രോങ് ആക്കി നിർത്തുന്നതിന്റെ കാരണം എന്താ? ലാഫോൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇവർക്ക് തൊട്ട് മുമ്പിലായിട്ട് റോദ്രി അതുപോലെ പെദ്രി എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡ് അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും പിന്നെ മാച്ചസിൽ പിന്നെ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ആ ഏരിയയിൽ തന്നെ ഉണ്ട്. പിന്നെ കാര്യമായിട്ടും അങ്ങനെ ഒരു പിന്നെ വലിയ അറ്റാക്കുകൾ അല്ലെങ്കിൽ 4 ഭാഗത്തു നിന്നുള്ള ഒരു തരത്തിലുള്ള അറ്റാക്കുകൾ സ്പെയിൻ അങ്ങനെ അധികം നേരിടേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഡിഫൻസിലാണ് പോകേണ്ടി വരാത്തൊരു സംഗതി കൂടിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട 1-2 അവസരങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ മാച്ചസിലൊക്കെ ഉണ്ടായെങ്കിൽ പോലും കണ്ടിന്യൂസ്ലി അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളും കുറവാണ്. ഇപ്പോൾ നമ്മൾ ആകെ ഈ വേൾഡ് കപ്പ് കണ്ടത് യൂറുഗ്വേ മാത്രം. ആ മാച്ചിലാണെങ്കിൽ നമ്മൾ കണ്ടു. പക്ഷേ മറ്റേ യൂറുഗ്വൻ്റെ ഗ്രൂപ്പിലായിരുന്നു സ്പെയിൻ ഉണ്ടായിരുന്നത്. സ്പെയിൻ ജയിച്ചില്ല കളി. അതിന് കാരണം നല്ല വ്യക്തമായ സ്കോർ തന്നെ ജയിച്ചു. 4-2 ജയിച്ചു. 1-0 സൗദി അറേബ്യ 1-0 ജയിച്ചു. അപ്പോൾ ആ മാച്ചിൽ പിന്നെ എന്താ പറയുക, കുബാർസിൻ്റെ പൊസിഷണൽ അവയർനെസ് ഇപ്പം ഇങ്ങനെ ഡാൻ ഹൈസനെ മാറ്റി നിർത്തിയിട്ട് പിന്നെ കുബാർസിൻ്റെ ഇപ്പോൾ ഹൈസന ടീമിൽ ചാൻസ് ഉണ്ട്. ഡാൻസിനെ ഒഴിവാക്കാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ റയൽ മാഡ്രിഡിലെ ഒരു പിന്നെ ഫോം ഔട്ടും അതുപോലെ എന്താ പറയുക ഈ എക്സ്പീരിയൻസ് അല്ല ഈ എന്താ പറയുക ഇഞ്ചുറി പ്രോൺ ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞൊരു കാര്യം. കുബാർസിക്കുള്ളൊരു ആനുകൂല്യം അത് നല്ല ഫിസിക്ക് അതിന് സമ്മതിക്കുന്ന നല്ല ഫിസിക്കൽ പ്ലെയറാണ് അദ്ദേഹം. പിന്നെ അതുപോലെ ബോൾ പ്ലേയിങ് പ്ലെയർ എന്നുള്ള ഈ സിസ്റ്റത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ്. അപ്പോൾ ഈ സെൻറ്റർ ബാക്കുമാർക്ക് ഇടയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലാപ്പോർട്ടുമായിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനേക്കാളും കൂടുതൽ ചോദിക്കാൻ രണ്ട് വശങ്ങളിലെ വിങ്. അപ്പോൾ കുക്കുറയെ കൊണ്ടുവരുന്ന എക്സ്പീരിയൻസ് ഡിഫൻസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കുക്കുറയ ഇന്ന് നമുക്ക് ഹൈലി റേറ്റഡ് ആണ്. നിൽക്കുന്ന 2 അസിസ്റ്റ് കൊടുത്തു. മാത്രമല്ല പിന്നെ ഈ ഡിഫെൻസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കുറേനെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത് കുബാർസിയേക്കാൾ കൂടുതൽ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ സ്പെയിൻ ടീമിൽ കുറച്ച് കാലമായി ഉദ്ധാരണ ടീമിലുള്ള ആളാണ്. ഞാൻ ശ്രദ്ധിച്ചിടത്തോളം മൊത്തത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയില്ല കുക്കുറേനെ. ചെൽസിയിലായാലും മറ്റേ സ്പെയിനിലായാലും. പക്ഷേ അയാളുടെ ഒന്ന് ഹൈറ്റ് കുറവാണ്. പിന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്യാൻ ഒരു മടിയുണ്ടെന്ന് ആദ്യകാലത്തൊക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷേ അയാളുടെ പിന്നെ ഈ പരിമിതികളെ പിന്നെ കഠിനാധ്വാനം കൊണ്ട് മാച്ചിൻ്റെ ഇടയിൽ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം മറികടന്നു. ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിലെ ഒരു കുക്കുറയെ വാങ്ങിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഇതുണ്ട്. അപ്പോൾ അത് ആ ഒരു കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്നൊരു കുക്കുറയെ അവിടെ ഉണ്ട് ഒരു വിങ്ങിൽ. മറ്റേ ഭാഗത്ത് അവർ പോറോനെയും മാർക്കോ ലോറൻ്റെയും ഒരു മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുക്കുറയ ഈ 4 ബാക്കുമാരുടെ 2 ഫുൾ ബാക്കുമാരുടെയും 2 സെൻറ്റർ ബാക്കുമാരുടെയും ഒരു കോമ്പിനേഷൻ സ്പെയിന് പ്രത്യേകിച്ച് ഇഫോൻ്റെ സ്റ്റൈലിന് യോജിക്കുന്നുണ്ട്. അവർ പിന്നെ വെറും പിന്നെ എന്താ പറയുക ബോൾ ഒഴിവാക്കുന്ന പ്ലേയേഴ്സ് മാത്രമല്ല ബാക്ക് ലൈനിൽ നിന്നാണ് ഇവർ കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡേൺ ഫുട്ബോളിൽ ഫുൾ ബാക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ബാക്കിൽ സെറ്റിൽ ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഡിഫൻസ് എപ്പോഴാണോ ഓക്യുപ്പൈ ചെയ്യുന്നത് ആ ഒരു സ്പേസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു ഫുൾ ബാക്സിനാണ് മോഡേൺ ഫുട്ബോൾ ആക്ച്വലി ഡിമാൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ കുക്കുറയെ ആണെങ്കിലും പെഡ്രോ പോറോ ആണെങ്കിലും നമ്മൾ കണ്ടു. അത് ആക്ച്വലി എവിടെ നിന്ന് നമ്മളൊരു സ്ട്രൈക്കർ സോണിലാണ് പെഡ്രോ പോറോനെ അവിടെ കണ്ടത്. ഇനി അത് മാത്രമല്ല, ഇനി ക്രൊയേഷ്യൻ്റെ മാച്ചിൽ നമ്മൾ പെരിസിച്ചിനെയും ആ ഒരു പൊസിഷനിൽ കണ്ടു. അപ്പോൾ ഇവരൊക്കെ ഹക്കീമി ഇവരൊക്കെ എന്താ വെച്ചാൽ ഒരു മോഡേൺ ഫുട്ബോളിന് വേണ്ട തരത്തിലുള്ള ഒരു ഫുൾ ബാക്സ് ആണ്. അതായത് എപ്പോഴാണോ ഡിഫൻസ് ഓക്യുപ്പൈഡ് ആയിട്ട് നിൽക്കുന്നത് ഒരു സ്ട്രൈക്കറിനെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രൈക്കർ ഔട്ട് ഓഫ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ആക്ട് ചെയ്യുന്ന തരത്തിലാണ് ഫുൾ ബാക്സ് ഇൻവേർട്ടഡ് ആയിട്ട് ഇപ്പോൾ കളിക്കുന്നത്. സെൻട്രൽ ബാക്കിനേക്കാൾ കൂടുതൽ ഫിസിക്കൽ പിന്നെ സ്റ്റാമിന ആവശ്യമായ ആൾക്കാർക്കാണ് ഇവരെ കുറച്ചും റണ്ണ് കൂടുതലാണ്. ട്രാക്ക് ബാക്ക് ചെയ്യുക ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പിന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഓക്കെ സ്പെയിൻ ഡിഫൻസ് ഇതുവരെ ഒരു കാര്യമായിട്ടൊരു ടെസ്റ്റ് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യപ്പെടാമത്തില്ല, ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല.
എനിക്ക് തോന്നുന്നത് പിന്നെ അത് ആവശ്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി മിഡ്ഫീൽഡും അവരുടെ സെറ്റപ്പും അതാണ് അവരുടെ അറ്റാക്ക് ഓക്കെയാണ്. ബോൾ ഹാൻഡ്ലിങ്ങും പിന്നെ പൊസഷൻ പിന്നെ ഈ ഇവർ എന്താ പറയുക ടെമ്പോ ഫിക്സ് ചെയ്യുന്ന മാച്ചിന് ടെമ്പോ നിശ്ചയിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇവർക്കുള്ളത്. കാരണം ബോൾ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കളി കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടി. അത് ആകെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പോൾ പിന്നെ കുറച്ചുകൂടി വെർട്ടിക്കൽ മൂവ്മെൻറ്റുകളും പിന്നെ ബോക്സ് അറ്റാക്കിങ്ങും കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഓസ്ട്രിയയൊക്കെ ലാസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് കുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ടയർഡാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പെയിൻ്റെ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ ഈ പൊസിഷനിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ 11 പ്ലെയർക്കും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ US പോലത്തെ ഒരു ക്ലൈമറ്റിൽ ഇവർ ആക്ച്വലി തളരുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പോലും പെഡ്രി ഒക്കെ നമ്മൾ ബാർസിൻ്റെ പല മാച്ചിലും നന്നായിട്ട് തളരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മാച്ചിൽ പെഡ്രി പോലും ആ ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ അവർ ഓക്കെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കുക്കുറേൻ്റെ കേസ് പറയുമ്പോഴേ കുക്കുറേ ആ ടീമിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് വലിയ താല്പര്യക്കുറവുണ്ട്. ഒന്നാമത്തെ കാരണം ഈ ട്രാക്ക് ബാക്കിങ്ങിലൊക്കെ അപ്പുറത്തേക്ക് ആളുടെ ആറ്റിറ്റ്യൂഡാണ്. എല്ലാം സില്ലിയാക്കി എടുത്ത് ഫുൾ തമാശ പറഞ്ഞ് അതായത് ഒരു പ്രൊഫഷണലിസം ഇല്ലാത്തൊരു പ്ലെയർ എന്നുള്ള ഭയങ്കര ചർച്ച തന്നെയാണ്. പക്ഷെ ലാഫുവിൻ്റെ ഒക്കെ ഇയാളെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഗ്രിമാൾഡോ ഉണ്ടായിരുന്നു, ഒരു കാലത്ത് ബാർസയിൽ സെൻസേഷൻ തന്നെ ബാൾഡേ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ അപ്പുറത്തേക്ക് കുക്കുറേനെ ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് കുക്കുറേ ആളൊരു ഫേവറേറ്റ് ആവാണ്, എന്ന് വന്നാലും കുക്കുറയാണ്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ 11 ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ ഗ്രൂപ്പുകൾ വരും. സ്പെയിൻ്റെ ലെവലിൽ ഒരറ്റത്ത് യമാലും ഇപ്പുറത്ത് കുക്കുറയും ഒരു ഉനായ് സൈമൺ ഉണ്ടാവും. ഈ 3 ആളെ പേര് എഴുതിയിട്ട് ബാക്കി ആൾക്കാരെ ലിസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ ത്രൂ ഔട്ട് എല്ലാ മത്സരങ്ങളും 90 മിനിറ്റോളം കുക്കുറേനെ കളിപ്പിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടില്ല. കാരണം അയാൾക്ക് വിശ്വാസമാണ്. ഗ്രിമാൾഡോയെ പോലെ നല്ലൊരു പ്ലെയർ, ഇപ്പം സെറ്റ് പീസുകളൊക്കെ നന്നായി എടുക്കുന്ന ഗ്രിമാൾഡോയുടെ ബെഞ്ചിലുണ്ടായിട്ടും ഒരു തവണ പോലും പരീക്ഷിക്കാൻ മുതിരാത്തത് കാരണം അത്രയും വിശ്വാസം. നമ്മൾ റൈറ്റ് ബാക്കിൽ ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം എതിർ ടീമിനനുസരിച്ച് ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ലോറന്റെയും ഒഫെൻസീവായിട്ട് കളിക്കുന്ന പോറോയും കൊണ്ടുവരുന്നുണ്ട്. മിഡിൽ ഓൽമോയും ഫാബിയാൻ റോയ്സിനെയും ഒക്കെ മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. അറ്റാക്കിൽ പോലും യമാൽ ഫസ്റ്റ് മത്സരം കളിച്ചിട്ടില്ല. യമാലിനെ പലപ്പോഴും പിൻവലിക്കും നമ്മൾ കണ്ടു. പക്ഷേ കുക്കുറയെ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്നുള്ള ഉത്തരം അയാൾ ആ ഗ്രൗണ്ടിൽ ചിലപ്പം 100 അല്ല 150% കൊടുക്കുന്നുണ്ടെന്നുള്ള. കാരണം ഫസ്റ്റ് മാച്ചിൽ അസിസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല, സ്പെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കുക്കുറയെ നടത്തുന്ന കുറേ റണ്ണുകൾ അവരുടെ ഡിഫൻസിന് ക്യാപ് വെർഡേൻ്റെ ഡിഫൻസിനെ ട്രബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നലെ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോഴും കുക്കുറയെ പറ്റി ഡിസ്കസ് ചെയ്യില്ലായിരുന്നു. കാരണം ആ ഒരു പേര് അവിടെ ഷീറ്റിൽ വന്നതുകൊണ്ട് നമുക്ക് കുക്കുറേനെ പറ്റി പറയേണ്ടി വരും. ഒരു മത്സരത്തിൽ 2 അസിസ്റ്റ് ഒരു വിങ് ബാക്ക് നൽകുക, അതും കൃത്യമായി സ്ട്രൈക്കർക്ക് പൊസിഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത് പോസ്റ്റിലേക്ക് തിരിച്ചു വിടേണ്ട ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. അപ്പം അത്രയും കോച്ചിൻ്റെ ഒരു ഗുഡ് ബുക്കിൽ കയറിപ്പോയ ഒരു പ്ലെയറാണ് കുക്കുറ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പെയിനെ പറ്റി സംസാരിക്കുമ്പോൾ യമാലിനെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല. കാരണം യമാലിൻ്റെത് എനിക്ക് ചോദിക്കാനുള്ളത്, യമാൽ ഇന്നലത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം 2 ഗോൾ അടിച്ച ഒയർസബാലുണ്ട്, 2 അസിസ്റ്റ് കൊടുത്ത കുക്കുറയുണ്ട്. ഇവർക്കൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് യമാലിന് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ എന്താണ് യമാലിൻ്റെ ഒരു പെർഫോമൻസ്? യമാൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഞാൻ ഗോളടിക്കാനല്ല എൻജോയ് ചെയ്യുന്നത്, ഗോൾ അടിക്കുമ്പോഴല്ല കളിക്കുമ്പോഴാണ് എൻജോയ് ചെയ്യുന്നത് യമാൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലാഫുവിൻ്റെ സിസ്റ്റത്തിൽ പ്രകടമായും തന്നെ വളരെ കൃത്യമായും തന്നെ യമാലിൻ്റെ റോള് ഗോളടി എന്നുള്ളതല്ല എന്നുള്ളത് നമ്മുടെ മാച്ച് കണ്ടാൽ മനസ്സിലാവും. കാരണം 2 കാര്യങ്ങളാണ് യമാലിനുള്ളത്. യമാലിൻ്റെ ഭയങ്കര അടിപൊളി ഫുട്ട് വർക്കാണ്. പുള്ളിയുടെ ട്രിബിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യമാണ്. 2 പിന്നെ എല്ലായിടത്തും പോകുന്ന ക്രോസുകളും പാസുകളും ഒക്കെ കൃത്യം. ഇത് 2ലും അയാൾ എക്സൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആ റൈറ്റ് വിങ്ങിൽ ബോൾ അയാൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾ ഏത് ടീമിൻ്റെ ഡിഫൻസിനെ പൊട്ടിക്കുക ചെയ്യുന്നത്. കാരണം 1-2 പ്ലേയേഴ്സ് ഉറപ്പായിട്ട് മാർക്ക് ചെയ്യാൻ കൊണ്ട് കയറി വരണം. അപ്പോൾ അപ്പുറത്ത് സ്വാഭാവികമായിട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്, അങ്ങോട്ട് പാസ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് മാച്ച് അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യിപ്പിക്കാൻ യമാൽ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് പിന്നെ ഈ മാച്ചിലും കണ്ടു. ഈ യമാൽ ടെറിഫിക് ആയിരുന്നു. അദ്ദേഹം ഷോട്ടും എടുത്തിട്ടുണ്ട് കുറേ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ആ ശൈലി ആ ഒരു ഇതുകൊണ്ടാണ് പിന്നെ എതിർ ടീമിൻ്റെ എന്താ പറയുക അറ്റാക്ക് ഡിഫൻസിനെ പൊളിക്കാൻ കഴിയുന്നു, ബോക്സിലേക്ക് ബോൾ എത്തുന്നു, അദ്ദേഹം കിട്ടിയ ചാൻസുകളിൽ ലോങ് റേഞ്ചുകളും അല്ലാതായിട്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലൊരു പിന്നെ പക്ക ഒരു പെർഫെക്റ്റ് പ്ലെയർ ആയിട്ടുണ്ട് അവിടെ കളിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു യമാൽ ആകെ ഒരു ഗോൾ എങ്ങാണ്ടേ ഉള്ളൂ, ഒരു സൗദിക്കെതിരെ ഒരു ഗോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരിക്കലും നമ്മൾ മെസ്സി റൊണാൾഡോ ഈ വേൾഡ് കപ്പ് പറയുമ്പോൾ നമ്മൾ ടോപ്പ് പ്ലേയേഴ്സ് എണ്ണപ്പെട്ട ഒരാളായിരുന്നു യമാൻ. ഇപ്പോൾ ഈ പോസ്റ്റർ ബോയ്സ് ഒരാളായിരുന്നു ഈ എംബാപ്പെ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ പിന്നെ എവിടെയും കണ്ടില്ല എന്നൊരു ഗോളില്ലാത്തതുകൊണ്ട് മാത്രം കാണാമായിരുന്നു. പക്ഷേ അയാളുടെ ഡ്യൂട്ടി ആ ടീമിൽ ഗോളടിക്കാനുള്ള മാത്രമല്ല, ഗോളടിക്കാനുള്ള അയാളുടെ ഡ്യൂട്ടി പോലും അല്ല എന്നൊക്കെ തോന്നുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ കളി പിന്നെ ഒരു കൃത്യമായ ഒരു റോൾ അവിടെ അയാൾക്ക് കോച്ച് കൊടുത്തിട്ടുണ്ട്. അത് അയാൾ അതിഗംഭീരമായി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ ഓസ്ട്രിയ മാച്ചിലും കണ്ടു. പിന്നെ ഈ ഫുട്ബോൾ നമ്മൾ കാണുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മൾ പലപ്പോഴും പിന്നെ ഗോളടിക്കുമ്പോൾ പോലും ഗോളടിക്കുന്ന മൂമെൻറ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു പാസ്സൊക്കെ നമ്മൾ കാണിക്കുള്ളൂ, ടി വി പോലും കാണിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചേഞ്ച് ഒരു മൂവ്മെൻ്റ് ആയിട്ടുണ്ടാവും. അതിന് 1-2 പാസ് ഒരു സെക്കൻഡ് മുമ്പിലായിരിക്കും. ഒരു റിക്കവറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല റണ്ണായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ത്രൂ ബോളായിരിക്കാം. അത് പൊതുവെ ടി വി കാണിക്കാറില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കാർക്ക്
ഈ കാണികൾക്ക് ഇത്തരം പ്ലെയേഴ്സിൻ്റെ ഇപ്പോൾ യമാൽ എന്നല്ല ഞാൻ പറയുന്നത്, യമാൽ അടക്കമുള്ള പിന്നെ മിഡ്ഫീൽഡർമാരുടെയൊക്കെ ഒരു റോള് അവരുടെ ഒരു പ്രാധാന്യം അധികം കാണാൻ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് പിന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർമാരുടെ പിന്നെ കസമീറോനെ അല്ലെങ്കിൽ ഗ്രാനിറ്റ് ഷാക്കിനൊക്കെ നോക്കി നിന്നാൽ മതി കളീൻ്റെ മൊത്തം കാര്യം മനസ്സിലാവുന്നത് കറക്റ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ ഒരു ഫേസുകളോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ക്ലോസപ്പുകളോ പൊതുവെ വരാറില്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഗോൾ അടിച്ചെടുത്തോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ചാൻസുകൾ ഉണ്ടാക്കിയ സ്ഥലത്തൊന്നും യമാൽ അധികം കണ്ടിട്ടില്ല. പക്ഷേ അയാൾ ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ഈ മാച്ചിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നൂറ, നമ്മൾ ഈ യമാലിൻ്റെ ഒരു കേസിൽ യമാൽ നമ്മൾ പറഞ്ഞതാണ് പോസ്റ്റർ ബോയ് ആണ്. സ്പെയിനിൻ്റെ ഒരു മെയിൻ മാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകകപ്പിന് മുമ്പ് എന്തുകൊണ്ടും യമാലിൻ്റെ പേരിൽ അപ്പുറത്തേക്ക് ഒരു ചിന്ത പോലും പോയില്ലായിരുന്നു. പക്ഷേ യമാൽ ഫ്രം ദ വെരി ഫസ്റ്റ് മാച്ച് ആൾക്കൊരു സ്കോർ ഷീറ്റിൽ പേര് വരാൻ പലപ്പോഴും ട്രൈ ചെയ്യും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ കാപ്പ് വെർഡെയുടെ മത്സരത്തിൽ സബ്ബായിട്ട് ഇറങ്ങിയിട്ട് ആൾ തുടരെ ട്രൈ ചെയ്യുന്നു, സൗദിക്കെതിരെ ഒരു ഗോൾ അടിക്കുന്നു, പിന്നെ തുടർന്നുള്ള മത്സരങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഇന്നലത്തെ മത്സരത്തിൽ കാര്യമായിട്ട് യമാലിൻ്റെ ട്രൈകൾ നമ്മൾ കണ്ടു. യമാൽ എപ്പോഴും നമ്മൾ ആ ഒരു ഫ്ലാങ്കിലൂടെ റൺ ചെയ്ത് ഒരു കട്ട് ബാക്ക് ചെയ്തൊരു സ്ഥിരം എടുക്കുന്ന ഷോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഇന്നലത്തെ മത്സരത്തിലൊക്കെ ബോക്സിൻ്റെ ഒത്ത സെൻറ്ററിലേക്കൊക്കെ പന്തുമായി ഡ്രാഗ് ചെയ്ത് എന്നൊരു ഷോട്ട് എടുക്കാൻ, അതായത് ആൾക്കൊരു ഗോൾ വേണമെന്നുള്ള ഭയങ്കരമായിട്ട് അതിയായ ഒരു വാശി നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ നമ്മളിപ്പോൾ എംബാപ്പയെയും ഹാളൻഡിനെയും മെസ്സിയും റൊണാൾഡോയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ യമാൽ ഗോൾ അടിക്കാത്തത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? യമാൽ ഗോൾ അടിക്കാത്തതുകൊണ്ട് അത് ഇപ്പോൾ ഷാഫിക്ക പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും അല്ലെങ്കിൽ ഒരു ജനറൽ ഫുട്ബോൾ ഫാൻസിൻ്റെ കണ്ണ് ഫുട്ബോളിന്മേ മാത്രമേ പോവുള്ളൂ, ബോളുമല്ലായിരിക്കും. അതിൻ്റെ പുറത്തേക്ക് എന്താണ് പിക്ചർ എന്നുള്ളത് പോവില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മാച്ചിൽ ലമീൻ യമാൽ ഇപ്പോൾ സെൻട്രലി ആ ഒരു സോൺ 14 പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുള്ള അവിടെ നിന്നാണ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് യമാൽ വരാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഓസ്ട്രിയൻ്റെ ലെയ്മറിനും അലാബക്കും ഒരു നമ്മൾ പണ്ട് മറ്റ് ഇൻ്റർ മിലാനും ബാഴ്സ മാച്ചിലും എങ്ങനെയാണോ ഇൻ്റർ മിലാൻ്റെ ഒരു ഫുൾ ബാക്കും ഡിഫൻഡറും മാർക്ക് ചെയ്തത് ആ ഒരു തരത്തിൽ അവർക്കത് മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ പിന്നെ അധികം അറ്റാക്കും സ്പെയിന് കൊണ്ടുപോയത്. അതായത് 3 ഗോളും വന്നത് ആ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ടെമ്പോ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ യമാലിനെ ഒരിക്കലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫസ്റ്റ് മാച്ചിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് മാച്ചിൽ നമ്മൾ കാബോ വെർഡിനെതിരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ യമാൽ ഇല്ലാത്തപ്പോഴാണ് അവിടെ അവർക്ക് ഒരു പെനിട്രേഷൻ പോലും നടക്കഴിഞ്ഞത്. പക്ഷേ യമാൽ എന്നുള്ള പ്ലെയർ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സ് മുമ്പ് യമാലിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മാച്ചിൻ്റെ ഒരു റിസൾട്ട് വേറെ ഒന്നായിരിക്കും. കാരണം അത്രയും അവിടെ യമാലിന് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഒരു ഗോളിനെ കണ്ടിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ കറക്റ്റാണ് പറഞ്ഞ പോലെ. ഈ മാച്ചിൽ 3 ഗോൾ വന്നതും ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്നാണ്. റൈറ്റ് ഫ്ലാങ്കിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നതോട് കൂടിയാണ്. അതായത് അവിടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ലെയ്മറിൻ്റെ അവർ യമാലിനെ ട്രാപ്പ് ചെയ്യാൻ സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സക്സസ് ആയിരുന്നു. പക്ഷെ ആ സക്സസ് ആവുന്നതുകൊണ്ട് കൂടെ ഇവിടെ ഒരു സ്പേസും കൂടെ ഒരു കോൺസെൻട്രേഷനും കൂടെ പിന്നെ ഡിഫൻഡേഴ്സിനെ എൻഗേജ് ചെയ്യാന്നുള്ളത് ആക്ച്വലി ഞാൻ വിചാരിച്ചു അവിടെ യമാലാണ് സക്സസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഡിഫൻഡേഴ്സിനെ എൻഗേജ് ചെയ്ത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കണമെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷെ ആളതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആ സബ് കയറ്റുന്ന ടൈമിൽ തന്നെ സബ് കയറ്റിയാലല്ല ആളുടെ ഫ്രസ്ട്രേഷൻ. അതായത് കാര്യമായിട്ടൊരു അല്ലെങ്കിൽ ആളെടുത്ത ഷോട്ട് ഓൺ ഒരുപാട് ഷോട്ട് എടുത്തത് കൺവേർട്ട് ആവുന്നില്ല, അതിൻ്റെ ഒക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആളുടെ ഉണ്ടായിരുന്നു. പിന്നെ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ ആ ഒരു വിജയിച്ച മാച്ചാണ്. പക്ഷെ ആ ഒരു ട്രോഫി പിടിച്ചിരിക്കുന്ന യമാലിന്റെ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ ഒരു വികാരമില്ലാത്ത അത് ആ ഡഗ് ഔട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് സബ് ആയതിനൊരിക്കലും ആൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ ഒരു അതായത് വിചാരിച്ച തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ, കാരണം യമാലിന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ ആ ഒരു വിങ്ങിൽ ഒരുപാട് ഗോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആളും അത് ഒബ്വിയസ്ലി പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ.